ഹലോ ഡിയേഴ്സ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏകളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ എക്സാമിൽ വരാൻ സാധ്യതയുള്ള 6 മാർക്കിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇതുവരെ ചോദിച്ചതും ഇനി ഈ ഒരു എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ഒരു ചോദ്യം, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ആര് പറഞ്ഞതാണ്? എന്റെ ഗുരുനാഥൻ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതാണല്ലേ. അതില് സർവ്വചരാചരങ്ങളെയും സ്വന്തം കുടുംബക്കാരായി കണ്ടിട്ടുള്ള ആളായിരുന്നു ആര്? നമ്മുടെ മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ കവിതയിലെ വരികളും മേൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രസ്താവനയും വിലയിരുത്തി ഗാന്ധിജിയെ കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാവുന്ന ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ പ്രസംഗം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ത്? ആദ്യം നമ്മൾ സംബോധന നൽകണം. സംബോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലെ, നമ്മൾ മാന്യരെ, ബഹുമാനപ്പെട്ടവരെ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഓഡിയൻസിനെ വെൽക്കം ചെയ്യണം ആദ്യം തന്നെ. കാരണം പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ ഒരു സംബോധന ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ നൽകേണ്ടതാണ് എന്ത്? ആമുഖം. ആമുഖം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിന്റെ ആമുഖമല്ല ചോദിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലെ, ഗാന്ധിജിയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഗാന്ധിജിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ നല്ല നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നല്ല നല്ല സന്ദേശങ്ങളെയൊക്കെ കുറിച്ചിട്ടും അദ്ദേഹം ആരാണ് നമുക്ക് എന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നൽകി അതിനുശേഷം നമ്മൾ എന്താണ്? 3 ഖണ്ഡിക, അല്ലെ, 3 ഖണ്ഡിക എന്ന് പറയുന്ന നേരം 3 പാരഗ്രാഫ് എന്തിനുണ്ടായിരിക്കണം? നമ്മുടെ ഈ ഒരു എസ്സേക്ക് 6 മാർക്കിന്റെ ഈ ഒരു ചോദ്യത്തിന് ഉണ്ടായിരിക്കണം. അതിൽ ഒരു പാരഗ്രാഫ് എന്താണ്? നമ്മുടെ ആമുഖത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ബാക്കിയുള്ള 2 പാരഗ്രാഫ്, 2 ഖണ്ഡിക എന്ന് പറയുന്നത് നമ്മുടെ പാഠഭാഗത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്ന, എന്താ പറയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഗാന്ധിജിയുടെ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ കാലത്ത് അത് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഈ 2 പാരഗ്രാഫിലായിട്ടും അതുപോലെ തന്നെ ഉപസംഹാരത്തില് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൺക്ലൂഷൻ, അതായത് നിങ്ങൾ മൊത്തത്തിൽ ഇതിനെ കുറിച്ചിട്ടൊന്ന് വിലയിരുത്തുകയും അതുപോലെ തന്നെ നിങ്ങളുടെ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ എന്താണ്, അല്ലെ, ഗാന്ധിജിയുടെ സന്ദേശങ്ങൾക്ക് ഇന്ന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്രോഡീകരിക്കേണ്ടത്. ഈ രീതിക്ക്, അല്ലെ, നിങ്ങൾക്ക് ഒരു മിനിമം 4 പാരഗ്രാഫ് അല്ലെങ്കിൽ 3 പാരഗ്രാഫ് നിങ്ങളുടെ എസ്സേയിൽ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്? പ്രസംഗം തയ്യാറാക്കേണ്ടത്. ഇതോടുകൂടി അവസാനിച്ചോ? ഇല്ല. അതിനോടൊപ്പം തന്നെ എന്താണ്? നന്ദി, നമസ്കാരം ചേർക്കണം. അല്ലെ, ഈ 3 ഖണ്ഡിക തിരിക്കാൻ പറഞ്ഞല്ലോ, ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്തുകൂടെ ചേർക്കണം? ഗാന്ധിജിയുടെ സന്ദേശങ്ങളൊക്കെ, കോട്ടിങ്സ് ഒക്കെ എന്ത് ചെയ്യണം? കൊട്ടേഷൻ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അല്ലെ, മാന്യ സദസ്സിന് വന്ദനം. എന്നിട്ട് നമ്മൾ ഗാന്ധിജിയെ കുറിച്ചിട്ട് പറയണം. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും പാതയിലൂടെ ഒരു മഹാസാമ്രാജ്യത്തെ കീഴടക്കാം എന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളുടെ സമകാലീന പ്രസക്തിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളാണ് സംസാരിക്കുന്നത്. ആ രീതിക്ക് വേണം നമ്മൾ എന്താണ്, നമ്മുടെ മുന്നിൽ ഒരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ള രീതിക്കായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇത് പ്രസംഗമാണ്, ചടുലമായിട്ടുള്ള ഭാഷയിലായിരിക്കണം എഴുതേണ്ടത്. അതോടൊപ്പം എന്താണ്, ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ, കോട്ടിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. അശോകനും ബുദ്ധനും ശങ്കരാചാര്യരും മറ്റും അഗ്നി പകർന്ന മണ്ണിൽ ജ്വലിക്കുന്ന ശക്തിയായി തീർന്ന വ്യക്തിയാണ് അദ്ദേഹം. തന്റെ ആദർശങ്ങൾ സ്വജീവിതത്തിലൂടെ പകർത്തി മാതൃകയാക്കാൻ കൂടെ, അല്ലെ, മറ്റുള്ളവർക്ക് സ്വന്തം പ്രവൃത്തിയിലൂടെ എന്താണ് തന്റെ സന്ദേശങ്ങൾ ലോകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് ആര്? നമ്മുടെ ഗാന്ധിജി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഇപ്പൊ മിസ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുത്തുകൊണ്ട് നിങ്ങൾ ഗാന്ധിജിയുടെ എന്താ പറയാ മഹത്വങ്ങളെ വാഴ്ത്തി പറഞ്ഞുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. അവസാനം നമുക്ക് എന്ത് പറയാം? ഒന്ന് ക്രോഡീകരിക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ഇന്ന് പ്രസക്തി ഏറി വരുന്നു. ഇന്നത്തെ കാലത്തെ തട്ടിച്ചുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ലോകത്തെ മുഴുവൻ ഒരു തറവാടായും അതിലെ സർവ്വചരാചരങ്ങളെയും കുടുംബാംഗങ്ങളായും കണ്ട ഗാന്ധിജിയുടെ ആദർശങ്ങൾ നമുക്ക് പിന്തുടരാം. ഒരു നവലോകം കെട്ടിപ്പടുക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. ഇപ്പൊ ഒരു പ്രസംഗം എഴുതേണ്ടത്, അല്ലെങ്കിൽ പ്രസംഗം പ്രഭാഷണം എഴുതേണ്ടത് ഏത് രീതിക്കാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സംബോധന വേണം, അവസാനം എന്താണ്? നന്ദി, നമസ്കാരം വേണം, അതിൻ്റെ ഇടയിൽ ഒരു ആമുഖം വേണം, അല്ലെ, ഒരു 2 ഖണ്ഡികയാക്കണം, അവസാനം ഒരു ഉപസംഹാരം വേണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ചുകൊണ്ട് വേണം എക്സാം ഹാളിൽ പോവാൻ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ കീർത്തിമുദ്രയിലെ ആശാന്റെ കഥാപാത്ര നിരൂപണം നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ആശാന്റെ കഥാപാത്ര നിരൂപണം, ആശാനല്ല, ആശാനെ മാറ്റി വെച്ചാലും ഏത് കഥാപാത്ര നിരൂപണമാണെങ്കിലും മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കഥാപാത്രത്തിന്റെ പേര് തലക്കെട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ
പാഠം ഏതാണ്, ഏത് പാഠത്തിലേതാണ്, ആരാണ് എഴുതിയത് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കണം, അതിനുശേഷമായിരിക്കണം അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സ്വഭാവം, വ്യക്തിത്വം ഇതൊക്കെ മനസ്സിലാക്കുന്ന സന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്, കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ എന്താ പറയാ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സമൂഹത്തിന് ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സമൂഹത്തെ കൂടെ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കഥാപാത്ര നിരൂപണം എഴുതുക. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കീർത്തിമുദ്രയുടെ ആശാന്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സവിശേഷത എന്തൊക്കെയായിരുന്നു? കലയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നു, അല്ലെ, കലയോടുള്ള ആത്മാർപ്പണം, കലാരംഗത്ത് നിന്ന് പിന്മാറുന്നതിലെ വേദന, കലയെ തൊഴിലായി മാത്രമല്ല അദ്ദേഹം കാണുന്നത്, സ്തുതിവചനങ്ങളിലോ പ്രശസ്തിയിലോ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, മികച്ച കലാകാരൻ എന്നുള്ള പ്രശസ്തി മാത്രം ആഗ്രഹിക്കുന്നു, അഭിനയം കൊണ്ട് ജനങ്ങൾക്ക് പ്രിയങ്കരനായവൻ, അരങ്ങ് തകർക്കുന്ന അഭിനയ മികവിന് ഉടമ. അപ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹം കെട്ടിയാടിയിട്ടുള്ള വേഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര ദുരിതങ്ങൾ വന്നപ്പോഴും അദ്ദേഹം കലയെ കൈവെടിഞ്ഞില്ല എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇന്നത്തെ കലാകാരന്മാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയാണെന്നും ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ കിരീടത്തെ തൊട്ട് വന്നിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആശാന്റെ കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ മിസ് ചെറിയൊരു രീതി തന്നിട്ടുണ്ട്. ഇങ്ങനെയല്ല, നിങ്ങൾ പാഠഭാഗവും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം വിശദീകരിക്കേണ്ടത്. അപ്പൊ 6 മാർക്കിനാണെങ്കിൽ എന്താണ്, ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 2 പാരഗ്രാഫ് ആക്കിയിട്ടെങ്കിലും വിശദീകരിക്കാൻ ശ്രദ്ധിച്ചോളണം. ഇനി അതുപോലെ വരുന്ന മറ്റൊരു ചോദ്യമാണിത്, നമ്മുടെ മാനവികതയുടെ തീർത്ഥം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് 2018 പ്രളയത്തെ അതിജീവിച്ച് മാനവ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏത്, നമ്മൾ 2018 അതിജീവിച്ചിട്ടുള്ള ആ ഒരു പ്രളയം. തന്നിരിക്കുന്ന സൂചനകൾ വിലയിരുത്തി പ്രകാശം പരത്തുന്ന മനുഷ്യ ജീവിതങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇനി എന്താണ്, മറ്റൊരു ചോദ്യമാണ് എന്ത്, ഉപന്യാസം എന്ന് പറയുന്നത്. ഉപന്യാസം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, തലക്കെട്ടാണ്. തലക്കെട്ട് എന്ന് പറയുന്ന നേരം തലക്കെട്ട് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യല്ല വേണ്ടത്, മറിച്ച് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള തലക്കെട്ട് നമുക്ക് എന്ത് ചെയ്യാം, തലക്കെട്ടായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, അതായത് പ്രളയത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുമാണ് ചോദിക്കുന്നത്, അതുമായിട്ടുള്ള എന്താ പറയാ മനുഷ്യ നന്മ അല്ലെങ്കിൽ മാനവികതയുടെ മഹാഗാഥകൾ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നല്ലൊരു തലക്കെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുത്തോളണം. അതിനുശേഷം ഇതിനും എന്ത് വേണം, ആമുഖം വേണം. ആമുഖം കൊടുക്കുന്ന സമയത്ത് പാഠഭാഗത്തിന്റെ ആമുഖമല്ല, 6 മാർക്കിന്റെ ഒറ്റ ചോദ്യത്തിലും പാഠഭാഗത്തിന്റെ ആമുഖമല്ല നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. ആദ്യം കൊടുക്കേണ്ടത് എന്താണ്, ഇവിടെ പ്രകാശം പരത്തുന്ന മനുഷ്യ ജീവിതങ്ങൾ എന്നാണ്. അപ്പൊ നമ്മൾ മനുഷ്യത്വത്തെക്കുറിച്ചും അല്ലെ നമ്മുടെ ആ മാനവികതയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു 2018 പ്രളയം അല്ലെ നമ്മുടെ പാഠഭാഗത്തെ കുറിച്ച്, അതുപോലെ തന്നെ 2018 പ്രളയം, പിന്നെ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ എന്താണ് പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇത് ഉപന്യാസമാണ്. ഉപന്യാസത്തിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചടുലമായിട്ടുള്ള ഭാഷ നമുക്ക് വേണ്ട, ഒരു വിശദീകരണം മതി. അതുപോലെ തന്നെ അല്ലെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കണം ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആമുഖം വേണം, അല്ലെ ഗണ്ണികയാക്കി പാരഗ്രാഫ് ആക്കിയിട്ട് തിരിച്ചോളണം. അതുപോലെ തന്നെ ഉപസംഹാരം വേണം. ഇത്രയും മതി എന്തിന്, നമ്മുടെ ഉപന്യാസത്തിന്. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പ്രളയത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചോളണം. കാരണം നമുക്ക് എന്താണ്, ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്നേഹവും സാഹോദര്യവും ജാതി മതങ്ങൾക്ക് അതീതമായിട്ടുള്ള മാനവികതാബോധവും ഐക്യവും എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതിന്റെ ബഹിർസ്ഫുരണമാണ് പ്രളയകാലത്ത് നാം കണ്ടത്. എന്നാൽ പ്രളയകാലത്തോ ദുരന്തങ്ങൾ വരുമ്പോഴോ മാത്രം ഉണ്ടാകേണ്ടതല്ല മാനവികതയും ഐക്യബോധവും. അതൊരു ജനതയുടെ പുരോഗതിക്ക് എന്നും എന്താണ്, അനുപേക്ഷണീയമാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ വിശദീകരിക്കുക. ജാതി മത രാഷ്ട്രീയ വേർതിരിവുകൾ ഇല്ലാതെ പ്രളയകാലത്തെ മലയാളികൾ ഒറ്റക്കെട്ടായി നേരിട്ടു. ഒറ്റപ്പെട്ടവരെ ത്യാഗങ്ങൾ സഹിച്ചും സഹിക്കാൻ മനുഷ്യർ മുന്നിട്ടിറങ്ങി. സ്നേഹം കൊണ്ട് ഒന്നിച്ചവർ പരസ്പരം താങ്ങായി മാറി. എല്ലാ ഭിന്നതകളും മറന്ന് മനുഷ്യ സ്നേഹത്തിന്റെ വലിയ പാഠം ആര് പകർന്നു നൽകി, പ്രളയം പകർന്നു നൽകി. അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ മാനവികതയുടെ പുതിയ ചരിത്രമാണ് പ്രളയം നമുക്ക് പകർന്നു നൽകിയത്. ഇത് നിങ്ങൾക്ക് അവസാനത്തെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപസംഹാരത്തിലും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ പാഠഭാഗത്തെ കുറിച്ചിട്ടും അല്ലെ അന്നത്തെ പ്രളയ
പ്രളയകാലത്തെക്കുറിച്ചും നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു എന്നതൊക്കെ ഒന്ന് വിശദീകരിച്ച് അവസാനം അല്ലെ പ്രളയകാലത്ത് മാത്രം ഉണ്ടാകേണ്ടതല്ല നമ്മുടെ ഈ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന്റെ വികസനത്തിന് മനുഷ്യത്വം അല്ലെ ജാതി മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മനുഷ്യ നന്മ നമ്മളിലൊക്കെ ഉണ്ടാകണം, അതാണ് നമ്മുടെ നാളേക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപസംഹരിക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെ പ്രളയകാലത്തെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ആരാധനാലയങ്ങളിൽ പോലും എല്ലാ മതസ്ഥരും ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് മാറിയതും പിന്നെ അതുപോലെ തന്നെ മാനവികതയുടെ മഹത്തായിട്ടുള്ള പാഠങ്ങൾ പ്രളയം പകർന്നു നൽകിയെന്നും പട്ടിണി പാവങ്ങളെ സ്വയം വ്രതം അനുഷ്ഠിച്ച് സഹായിച്ച വേദത്തിലെ അമ്മ വിശക്കുന്നവർക്ക് മറ്റും പരിഗണന നോക്കാതെ അന്നം വിളമ്പിയ ആ അമ്മയുടെ മാനസിക സംഘർഷം, നിങ്ങൾക്ക് ഈ പ്രളയം മാത്രമല്ല ആ വേദത്തിലുള്ള ആ ഒരു അമ്മയുടെ ആ ഒരു ത്യാഗമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാവുന്നതാണ്. തൻ്റെ ചോറ്റുപാത്രത്തിലെ അന്നം കൂടി എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ അമ്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രളയകാലത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും എന്താണ് നമുക്ക് ഈ മനുഷ്യ സ്നേഹം നമ്മിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്തരത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അപ്പോൾ എസ്സേ ഏതൊക്കെ രീതിയിലായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ലൈവിൽ ഉണ്ടായിരിക്കണം. ലൈവിൽ കാണാം. ബൈ ഗൈസ്.